റബ്ബേ ഒരു ദുസ്വഭാവവും ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. നിന്റെ നീ തന്ന കണ്ണ് നിന്നെ കാണാനുള്ള കണ്ണാണ് അല്ലാഹുവേ. നിന്റെ ഹബീബായ തങ്ങളെ കാണാനുള്ള കണ്ണാണ്, സ്വർഗം കാണാനുള്ള കണ്ണാണ്. ആ സ്വർഗം കാണാനും നിന്നെ കാണാനും നിന്റെ ഹബീബായ തങ്ങളെ കാണാനുമുള്ള കണ്ണായി ഞങ്ങളെ കണ്ണ് നീ മാറ്റണേ റഹ്മാനേ. അല്ലാഹുവേ സോഷ്യൽ മീഡിയകളിലൂടെ, ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റയിലൂടെ, യൂട്യൂബിലൂടെ, മറ്റു സംവിധാനങ്ങളിലൂടെ കടുത്ത ഹറാമും കണ്ട് ജീവിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാഹ്. മൊബൈൽ ഫോണ് തുറന്നു വെച്ചിട്ട് കണ്ട ഹറാമുകളും വൃത്തികേടുകളും മുഴുവനും കാണുകയാണ്. ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞാൽ 3 ദിവസം മാത്രമേ നമ്മുടെ കണ്ണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയുള്ളൂ. ആ കണ്ണ് അവിടെ നിന്ന് ഉഴുന്നങ്ങ് താഴെ വീണു പോയാൽ 3 ദിവസം വരെ കണ്ണുണ്ടാകും. 4ാമത്തെ ദിവസം മുഖത്ത് കണ്ണുണ്ടാവൂല. അതുകൊണ്ടാണ് മരിച്ച് 3 ദിവസം വരെ നമ്മുടെ നാടുകളിലൊക്കെ കണ്ണോക്കി എന്നൊരു പേര് വന്നത്. മരിച്ച് 3 ദിവസം വരെ ഒരാളുടെ ശരീരത്തിൽ കണ്ണുണ്ടാകുമത്രേ. 3ാമത്തെ ദിവസം കഴിഞ്ഞ് 4ാമത്തെ ദിവസമായാൽ കണ്ണ് താഴെ വീണു പോകുമത്രേ. സുബ്ഹാനല്ലാഹ്. ആ കണ്ണുകൊണ്ട് കടുത്ത ഹറാമുകൾ കണ്ട് ആസ്വദിക്കുകയാണ്. അതിനു വേണ്ടി മണിക്കൂറുകൾ ചെലവഴിക്കുകയാണ്. അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് വരാൻ സമയമില്ല, പള്ളിയിലേക്ക് വരാനും വിളിച്ചാ വരാൻ സമയമില്ല. പക്ഷേ ഒരു വൃത്തികേടിന്റെ മുന്നിൽ എത്ര സമയമാണ് ചെലവഴിക്കുന്നത്? ആ സമയമെങ്ങാനും റബ്ബിന്റെ തീരുമാനം വന്നു പോയാൽ ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. വ്യഭിചരിക്കുന്ന സമയത്ത് ഒരാൾക്ക് അതേ മുഅ്മിനായി വ്യഭിചരിക്കാൻ കഴിയൂല. സുബ്ഹാനല്ലാഹ്. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇവിടത്തെ ബഹുമാനപ്പെട്ട മുദരിസ് ഉസ്താദ്, ബഹുമാനപ്പെട്ട ഹുസൈൻ ആർ മിസ്ബാഹി ഉസ്താദിന്റെ പ്രഭാഷണം നടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാനും അല്പസമയം ഇരിക്കും, നിങ്ങൾ എല്ലാവരും ഇരിക്കണം. അത് കഴിഞ്ഞിട്ടേ പോകാവൂ ഇൻഷാ അല്ലാഹ്. ആ പ്രഭാഷണം ഇവിടെ നടക്കാനുണ്ട്. ഞാൻ പറയുന്നത് ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. മുഅ്മിനായ നിലയിൽ ഒരാൾക്ക് വ്യഭിചരിക്കാൻ കഴിയൂല. സുബ്ഹാനല്ലാഹ്. മുഅ്മിനായ നിലയിൽ ഒരാൾക്ക് വ്യഭിചരിക്കാൻ കഴിയൂല. പിന്നെന്താ ഉണ്ടാവുക? വ്യഭിചരിക്കുന്ന സമയത്ത് ഈമാൻ അങ്ങ് അല്ലാഹു ഊരിക്കളയുകയാണ്. സുബ്ഹാനല്ലാഹ്. വ്യഭിചാരത്തിൽ എന്തൊക്കെ പെട്ടുപോയി മുഅ്മിനീങ്ങളെ. അന്യ പെണ്ണിന്റെ നഗ്നതകൾ ഇങ്ങനെ കാണല്, അന്യ പുരുഷന്റെ നഗ്നത ഇങ്ങനെ കാണല്, അത് കണ്ണിന്റെ വ്യഭിചാരമല്ലേ? ആ വ്യഭിചാരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ, വ്യഭിചരിച്ചു കൊണ്ടിരിക്കുമ്പോ, അന്യ പുരുഷനുമായി കിടപ്പറ പങ്കിട്ടുകൊണ്ടിരിക്കുമ്പോ, സുബ്ഹാനല്ലാഹ്, ആ സമയം മുഅ്മിനായ നിലക്ക് ഒരാൾക്ക് വ്യഭിചരിക്കാൻ കഴിയൂല. മുഅ്മിനീങ്ങൾ വ്യഭിചരിക്കൂല എന്നാണോ? അതല്ല. മുഅ്മിനീങ്ങൾ വ്യഭിചരിക്കൂല എന്നാണോ? അല്ല. പിന്നെയോ വ്യഭിചരിക്കുന്ന സമയത്ത് മുഅ്മിനായി വ്യഭിചരിക്കാൻ കഴിയൂല. അപ്പൊ എന്താ പറഞ്ഞതിന്റെ അർത്ഥം? വ്യഭിചരിക്കുന്ന സമയത്ത് ഈമാൻ അങ്ങ് ഊരിപ്പോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് തിരിച്ച് ആ ഈമാൻ നമ്മിലേക്ക് വരുന്നത്. ആ സമയത്ത് മരണം നടന്നാലോ, സുബ്ഹാനല്ലാഹ്, ആ മരണം ഈമാനില്ലാത്ത ഒരു മരണമാണ്. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. ഏത് പ്രവർത്തനത്തിലാണോ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്, ആ രൂപത്തിലാണ് ഓരോരുത്തരും മരിക്കുക. അല്ലാഹു നമ്മുടെ മരണസമയം നീ നന്നാക്കണേ റബ്ബേ. എഴുന്നേറ്റ് പോകാൻ പറഞ്ഞിട്ടില്ലല്ലോ, എല്ലാവരും ഇരിക്കണം ഇൻഷാ അല്ലാഹ്.